പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ KU ബാൻഡ് DTH അഥവാ ഹോം ഡിഷ് KU ബാൻഡ് LNB ഡിഷ് ആൻറ്റിനെ ഉപയോഗിച്ച് ചാനൽ കാണുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള KU ബാൻഡ് LNBകളിൽ മികച്ചത് ഏത് എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. പല ആളുകളും LNB സിഗ്നൽ കുറവാണ്, LNB വാങ്ങി വെച്ചിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ സിഗ്നൽ പോവുകയാണ് എന്നുള്ള കംപ്ലയിൻറ്റുകളൊക്കെ പറയാറുണ്ട്. അതിന് ഒരു ചെറിയൊരു പരിഹാരം, ചെറിയ മഴ വരുന്ന സമയത്തൊന്നും ചാനൽ പോവാതിരിക്കാൻ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള LNBകൾ നമുക്ക് ഒന്ന് താരതമ്യം ചെയ്യാം. നിലവിൽ ടാറ്റ സ്കൈ DTH, ടാറ്റ പ്ലേ DTH, എയർടെൽ, സൺ ഡയറക്റ്റ് എന്നീ DTHകളൊക്കെ മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ടാറ്റ പ്ലേയുടെ പുതുതായി ഒരു മോഡലിൽ വന്ന ഒരു LNB ആണിത്. ഇതിൻ്റെ ഷേപ്പ് തന്നെ ഒരു വേറെ മോഡൽ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളർ LNB ആണ്. ടാറ്റ പ്ലേയുടെ ഈ പുതിയ LNBയും എയർടെൽ DTHൻ്റെ പുതിയ ഒരു ബ്ലാക്ക് LNB കൂടെ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വന്നതാണ്. ടാറ്റ പ്ലേയുടെ LNB കഴിഞ്ഞ വർഷം അവസാനം വന്നതാണ്. ഇത് എയർടെലിൻ്റെ DTH പുതിയ കണക്ഷൻ ഞാനിന്ന് ഫിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്, കസ്റ്റമർക്ക് ഇൻസ്റ്റാളേഷന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ പുതിയൊരു എയർടെലിൻ്റെ 65 സെൻറ്റിമീറ്റർ KU ബാൻഡ് ഡിഷ് ആൻറ്റിനയിൽ, എയർടെലിൻ്റെ DTH ഡിഷ് ആൻറ്റിനയിൽ എയർടെലിൻ്റെ LNBയും ഡിസ്ട്രിബ്യൂട്ടർ നൽകുന്ന, അതായത് കമ്പനി നൽകുന്ന ഒറിജിനൽ LNB എന്ന് അവകാശപ്പെടുന്ന ഈ LNBയും ടാറ്റ പ്ലേയുടെ പുതിയ LNBയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കാം. നമ്മൾ താരതമ്യം ചെയ്യുന്നത് എയർടെൽ DTHൻ്റെ സാറ്റലൈറ്റാണ്. എയർടെൽ DTHൻ്റെ സാറ്റലൈറ്റിൽ നമുക്ക് സിഗ്നൽ, രണ്ടും തമ്മിലുള്ള സിഗ്നൽ ഒന്ന് നോക്കാം. ഈ ഏരിയയിൽ തടസ്സങ്ങളൊന്നുമില്ല. ഈ ഡിഷ് ആൻറ്റിന പുതിയ ഡിഷ് ആൻറ്റിന ആണ് താനും. 65 സെൻറ്റിമീറ്ററിൻ്റെ ഓഫ്സെറ്റ് KU ബാൻഡ് ഡിഷ് ആൻറ്റിനയാണ് ഇത്. പുതിയ ഡിഷും പുതിയ LNBയും നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. സിഗ്നൽ താരതമ്യേന കുറവ് കാണുന്നത് LNBക്ക് പഴക്കം വരുമ്പോഴാണ്. LNB പഴകുമ്പോഴും അതുപോലെ ഡിഷ് ആൻറ്റിനയുടെ പഴക്കമെല്ലാം സിഗ്നലിനെ ബാധിക്കാറുണ്ട്. എന്നാൽ നമുക്ക് പുതിയ 2 LNB പുതിയ ഡിഷ് ആൻറ്റിനയിൽ നമുക്ക് വെച്ച് നോക്കാം. ആദ്യമായി നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കുന്നത്, സിഗ്നൽ ചെക്ക് ചെയ്യുന്നത് ടാറ്റ പ്ലേയുടെ, ഞാൻ പറഞ്ഞ ഏറ്റവും പുതിയ ടാറ്റ പ്ലേയുടെ ഈ മോഡലിലുള്ള LNB ആണ്. ഇതിൽ നമുക്ക് സിഗ്നൽ പെർസെൻറ്റേജ് എത്രയെന്ന് നോക്കാം. എയർടെൽ DTH നമുക്കറിയാം നല്ല രീതിയിൽ സിഗ്നൽ ലഭിക്കുന്ന, ഇന്ത്യയിലും പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ സിഗ്നൽ ലഭിക്കുന്ന ഒരു സാറ്റലൈറ്റാണ് എയർടെൽ DTHൻ്റേത്. ഇതിന് നമുക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എയർടെൽ DTHൽ നമുക്ക് 17 dB സിഗ്നൽ 100% മീറ്ററിൽ, എൻ്റെ മീറ്ററിൽ സാറ്റലൈറ്റ് ഫൈൻഡറിൽ, ഞാനിന്നിവിടെ ചെക്ക് ചെയ്യുന്നത് സാറ്റ് ഹീറോയുടെ സാറ്റലൈറ്റ് ഫൈൻഡറിലാണ് എയർടെൽ DTHൻ്റെ സിഗ്നൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളത്. 100% സിഗ്നൽ. എയർടെൽ DTHൻ്റെ TP നമുക്ക് നോക്കാം, 114.80. പോളാരിറ്റി വെർട്ടിക്കൽ, സിമ്പിൾ റേറ്റ് 28,800. ഇതിന് 17 dB മീറ്ററിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ 100% 100% സിഗ്നലും സാറ്റലൈറ്റ് ഫൈൻഡറിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ LNB നമുക്ക് കുറച്ച് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ. പുതിയ DTH കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ LNB ടാറ്റ പ്ലേ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത്. ഇത് ഞാൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സിഗ്നൽ പെർസെൻറ്റേജ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ LNB ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ ഈ LNB അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ LNB മാറ്റി വെച്ചിട്ട് നമുക്ക് ടാറ്റ പ്ലേ DTH അഴിച്ചു വെച്ച് എയർടെൽ DTHൻ്റെ സിഗ്നൽ, LNBയുടെ സിഗ്നൽ ഒന്ന് നോക്കാം. എയർടെൽ DTHൻ്റെ LNBയും ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നത്, ബ്ലാക്ക് LNB തന്നെയാണ് വരുന്നത്. എയർടെൽ DTH അവസാനമായി ഇറക്കിയ LNB ആണിത്. ഇത് കഴിഞ്ഞൊരു വൈറ്റ് LNBയും വരുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, എൻ്റെ കയ്യിലുള്ള ഈ LNBയും നമുക്കൊന്ന് ഇതിൻ്റെ സിഗ്നൽ പെർസെൻറ്റേജും DBയും എത്ര ശതമാനം കിട്ടുന്നുണ്ട് എന്ന് നോക്കാം. നമുക്ക് എയർടെൽ DTHൻ്റെ സാറ്റലൈറ്റ് തന്നെയാണ് നമ്മൾ ഇതിലും നോക്കുന്നത്. എയർടെൽ DTHൻ്റെ ഒറിജിനൽ LNB ആണ് എന്നാണ് ഇത് ഡിസ്ട്രിബ്യൂട്ടറും കമ്പനിയൊക്കെ അവകാശപ്പെടുന്നത്. ഇപ്പോൾ എയർടെലിൻ്റെ ഒക്കെ ഒരുപാട് കോപ്പി LNBകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സിഗ്നൽ പെർസെൻറ്റേജ് നമ്മൾ നോക്കാതെ ഇത് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, സിഗ്നൽ എത്ര കിട്ടില്ല. അതും അങ്ങനെ മാത്രമേ നമുക്ക് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്നും തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ LNB പരമാവധി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം സിഗ്നൽ ട്രാക്ക് ചെയ്യാം. ഇതിലിപ്പോൾ നമുക്ക് എയർടെലിൻ്റെ DTHന് ഈ LNB വെച്ചതിന് ശേഷം പരമാവധി നമുക്ക് 98%, 16.7 dB, 98% സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. സെയിം TP തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എയർടെലിൻ്റെ 114.80 വെർട്ടിക്കൽ
28,800 ഈ TP ഉപയോഗിച്ച് നമുക്ക് എയർടെൽ DTH ട്യൂൺ ചെയ്യാം, ഡിഷ് ട്രാക്ക് ചെയ്യാം, അലൈൻമെൻറ്റ് ചെയ്യാം. നല്ല കവറേജുള്ള TP ആണ്, സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഈ LNBക്ക് സിഗ്നൽ കുറവ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. എങ്കിൽ കൂടിയും ഒരു 2%, 2%, 98ഉം 100ഉം 2% സിഗ്നൽ കുറവാണ് എയർടെൽ DTH. നമുക്ക് എൻ്റെ ഈ ചെറിയ പരീക്ഷണത്തിൽ എനിക്ക് വ്യക്തമായത്. ഇപ്പോൾ നമുക്ക് പഴയ പോലെയൊന്നുമല്ല, DTHകളൊക്കെ കണക്ഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ കമ്പനി ഒറിജിനൽ LNBകൾ മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറവാണ്. DTH കണക്ഷൻ പുതുതായി എടുക്കുന്ന ആളുകളും LNB പുതുതായി എടുക്കുന്ന ആളുകളും നല്ല രീതിയിൽ സിഗ്നൽ എടുക്കുന്ന ഒറിജിനൽ LNBകൾ നോക്കി ഇതുപോലെ DTH ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സിഗ്നൽ ലഭിക്കുന്നുണ്ടോ, എത്ര dB ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം എന്നുകൂടി എൻ്റെ ചെറിയ ഈ പരീക്ഷണത്തിലൂടെ ഞാൻ അറിയിക്കുകയാണ്. എന്തുകൊണ്ടും ഈ LNB 2 LNBകളിൽ ടാറ്റ പ്ലേ DTH ആണ് ഒന്നുകൂടി മുന്നിട്ട് നിൽക്കും. ഇന്ന് നമ്മൾ എയർടെൽ DTHൻ്റെ പൊസിഷനിലാണ് ഈ 2 LNBയും ചെക്ക് ചെയ്തത്. അതുപോലെ മറ്റു DTHകളിലും വെച്ച് നോക്കിയാൽ ഇതുപോലെ സിഗ്നൽ വ്യത്യാസം മനസ്സിലാവുന്നതായിരിക്കും. കൂടുതൽ വിശേഷങ്ങളും പരീക്ഷണങ്ങളും നമുക്ക് തുടരാം. അതുപോലെ ടാറ്റ സ്കൈയുടെ 101 മോഡലിൽ വരുന്ന ഒരു പഴയ LNB കൂടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന ആ LNB ആണ് 101 മോഡൽ ടാറ്റ സ്കൈയുടെ പഴയ LNB. നല്ല ഗെയിനുള്ള LNB ആണ്. ഇതും നമുക്ക് അടുത്ത വീഡിയോയിൽ പരീക്ഷിക്കാം.